പ്രതിഷേധങ്ങൾക്കിടെ NTA-യിൽ പുനഃസംഘടനാ നടപടികൾ. NTA-ക്ക് ഇനി പ്രൊഫഷണലുകളെ നിയമിക്കും. 4 ജനറൽ മാനേജർമാരെയും 16 യുവ വിദഗ്ധരെയും നിയമിക്കും. റിക്രൂട്ട്മെന്റ് ചുമതല മുൻ ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിക്കായിരിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള പ്രവേശന പരീക്ഷകൾ നടത്തുന്ന ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പുനഃസംഘടനയ്ക്ക് സമഗ്രമായ അഴിച്ചുപണിക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നലെ 47 പേരെ നീറ്റ് NTA-യിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് അവിടെ പ്രൊഫഷണൽമാരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. 4 ജനറൽ മാനേജർമാരെയും 16 യങ് പ്രൊഫഷണൽമാരെ നിയമിക്കുവാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. UPSCയുടെ പ്രതിഭാ സേതു ടാലൻറ്റ് പൂളിൽ നിന്നാണ് ഈ നിയമനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് 2-3 കാരണങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത്. ഒന്ന്, ഈ നീറ്റ് NTA-യിൽ കരാർ ജീവനക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ആ കരാർ ജീവനക്കാരെ മാറ്റി അവിടെ സ്ഥിരം നിയമനത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി NTA-ക്ക് ഒരു പ്രൊഫഷണൽ മുഖം നൽകണമെന്ന് നേരത്തെ ഈ K. രാധാകൃഷ്ണൻ സമിതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ ഫോറൻസിക്, ടെസ്റ്റ് സെൻറ്റർ ഓപ്പറേഷൻസ്, അസൈൻമെൻറ്റ് റിസർച്ച് എന്നിവയിലേക്കാണ് ഈ ജനറൽ മാനേജർമാരെ നിയമിക്കുവാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ പ്രവർത്തനം ഈ K. രാധാകൃഷ്ണൻ, ISRO മുൻ ചെയർമാൻ K. രാധാകൃഷ്ണൻ്റെ സമിതി അധ്യക്ഷതയിലുള്ള ഈ മേൽനോട്ട സമിതിക്കായിരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ K. രാധാകൃഷ്ണൻ സമിതിയുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിന് ശേഷം സമഗ്രമായ ചില മാറ്റങ്ങൾ NDA സംബന്ധിച്ച് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ സർക്കാർ ഈ നീറ്റ് പ്രവേശനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ക്രമക്കേടുകളിൽ NDA-യുടെ പങ്ക് ഏറെക്കുറെ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 47 ജീവനക്കാരെ പിരിച്ചുവിടുന്നതും ആ സ്ഥാനത്തേക്ക് ഏതാണ്ട് 20ഓളം പ്രൊഫഷണലുകളെ നിയമിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നതും.